അമ്മ ഭക്ഷണം കഴിച്ചോ? കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ. കൃഷ്ണന്റെ വരവ് അമ്മയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്, വലിയ തോതിൽ തന്നെ. ഒരു റിക്കവറി പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് പെട്ടെന്നുണ്ടായ ഈ മാറ്റം സർപ്രൈസിംഗ് ആണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ സർപ്രൈസ് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവര് വലിയൊരു രോഗത്തിന്റെ അടിമയാണ്. അതിന്റെ സീരിയസ്നെസ് കുട്ടിയുടെ ഒന്നല്ല, പല വട്ടം പറഞ്ഞതാണ്. ഇനി അത് താമസിച്ചാൽ ബുദ്ധിമുട്ടാവും. കാശിന്റെ പ്രശ്നമാണ് സർ. ഞാൻ കൊച്ചിയിലായിരുന്നു. അവിടുന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കിട്ടാനുണ്ട്. ഞങ്ങൾ ചിട്ടി പിടിച്ച കാശ. അത് കിട്ടിക്കഴിഞ്ഞാ എത്രയും പെട്ടെന്ന് അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ പറ്റും. അല്ലാതെ വേറെ മാർഗമൊന്നും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. പക്ഷേ അസുഖങ്ങൾ നമ്മുടെ സൗകര്യം വരെ കാത്തു നിൽക്കില്ലല്ലോ. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. തങ്കത്തിന്റെ ഓപ്പറേഷൻ എത്രയും വേഗം നടത്തിയില്ലെങ്കിൽ അത് അവരുടെ ജീവൻ ആപത്താ. ഇനിയിപ്പോ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചോളൂ. പ്രശ്നം എന്താന്ന് വെച്ചാ തങ്കം എഴുന്നേറ്റ് നടക്കുകയും സാധാരണ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും നിങ്ങൾ വീണ്ടും റിലാക്സ് ചെയ്യും. പക്ഷേ രോഗം കുറഞ്ഞതുകൊണ്ടല്ല അവരങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നതും മറ്റും. ഒരർത്ഥത്തിൽ കുട്ടി ആലോചിച്ചിട്ടാ. ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. മോൾക്ക് ആരുമില്ല, അവളുടെ കൂടെ ഞാൻ ഉണ്ടാവണമെന്നൊക്കെയാ പറയുന്നേ. ഒരമ്മയുടെ ടെൻഷനും വാത്സല്യവും ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് വേണ്ടത് ശാശ്വതമായ ഒരു പരിഹാരമാണല്ലോ. എത്രയും പെട്ടെന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യണം. എനിക്ക് എന്റെ അമ്മയെ വേണം സർ. എന്ത് ചെയ്തിട്ടായാലും ഈ ഓപ്പറേഷനുള്ള പണം ഞാൻ ഒപ്പിക്കും. എനിക്ക് പണം കിട്ടും സർ. നടക്കട്ടെ. അമ്മയെ നന്നായി ശ്രദ്ധിക്കണം. മരുന്ന് കൃത്യമായി ഫോളോ ചെയ്യണം. ഓക്കെ? ഓക്കെ. അയ്യോ, ഇതെന്ത് മറിമായം? അപ്പോ ഇത് കൃഷ്ണമോളല്ലേ? ഹലോ കൃഷ്ണേ, മോളെവിടെയാ? ഞാൻ അമ്മയുടെ അടുത്ത് ഹോസ്പിറ്റലാ. സത്യമാണോ? മോള് അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടോ? അതെ, ദൈവത്തിന്റെ കാരണം കൊണ്ട് അമ്മയ്ക്ക് ഇപ്പൊ ആശ്വാസമുണ്ട്. വന്ന് കയറിയപ്പോ വല്ലാണ്ട് പേടിച്ചു പോയി മാമ. അല്ല, മാമൻ എവിടെയാ? ഞാനിവിടെ ലോട്ടറി ഇട്ടോണ്ടിരിക്കുക. ശരി മോളെ, മാമനെ വീട്ടിൽ ചെന്നിട്ട് വിശദമായിട്ട് വിളിക്കാം. ആ പിന്നെ സുനന്ദേച്ചിയോടും ഭാഗ്യമോളോടും എന്റെ അന്വേഷണം പറയണേ. ഓ, പറയാം. ആ ശരി മോളെ.